ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു സിമ്പിൾ കോംബോ ആണ് കാണിക്കുന്നത്. നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ഉണ്ട് കൂട്ടത്തിൽ. നല്ലൊരു സ്നാക്ക് ചിക്കൻ ഹാഫ് മൂണിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഡ്രിങ്ക് അവിടെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കുക കേട്ടോ. അതിന് ശേഷം സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങിയാൽ മതിയേ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക് കസ്കസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് 2 ടീസ്പൂൺ കസ്കസ് ഈ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അരക്കപ്പ് അളവിൽ പച്ചവെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറിയാമല്ലോ 4-5 മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വീർത്ത് വരും കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഞാനൊരു 1/4 കപ്പ് അളവിൽ ബദാമും 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും ഒരു 1/4 മണിക്കൂർ മുന്നേ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇല്ലാന്ന് വെച്ച് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, സ്കിപ്പ് ചെയ്യുക, കുഴപ്പമില്ല. അങ്ങനെ തന്നെ നമുക്കിനി ഇത് പെട്ടെന്ന് തന്നെ ഡ്രിങ്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ഡ്രിങ്കിൽ മെയിനായിട്ട് വേണ്ടത് പഴമാണ് കേട്ടോ. പഴം ഏത് ടൈപ്പ് എടുക്കുക, റോബസ്റ്റ പഴം, നേന്ത്രപ്പഴം, പൂവൻ പഴം ഏതും എടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നമ്മുടെ ഫിലിപ്പിൻ ബനാനയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വലുതാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ എടുത്തോളൂ കേട്ടോ. നമുക്കിനി പെട്ടെന്ന് തന്നെ ഡ്രിങ്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കട്ടാക്കി വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും മൊത്തത്തിൽ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഒട്ടും തന്നെ വേസ്റ്റ് ആക്കേണ്ട. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കണം. ഞാനിപ്പോൾ 1/3 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം മാറ്റം വരുത്തട്ടെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ കാച്ചിയിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചതാണ് ഞാൻ ഈ ഒരു പാല്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് 1/2 ലിറ്റർ പാൽ കൊണ്ടാണ് റെഡിയാക്കുന്നത്. അതായത് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളവിൽ പാല്. അപ്പോൾ ആദ്യം തന്നെ അരയാൻ പാകത്തിന് മാത്രം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ബാക്കി നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലുള്ളത് എടുത്തിട്ടുള്ളത്. വാനില എസൻസിന് പകരം 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയായാലും മതിയിട്ട്, ഏതാണോ ഇഷ്ടമുള്ളത് എടുക്കുക. ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള പാലില്ല, അത് മുഴുവനായിട്ട് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കിയിട്ടുള്ളത് 1/2 ലിറ്റർ പാലിലാണ് കേട്ടോ. അത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, നമുക്ക് കുടിക്കാൻ പാകത്തിനേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇത് നന്നായിട്ട് വീർത്ത് സെറ്റായിട്ടുണ്ട്, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ആപ്പിൾ ഇതുപോലെ തൊലിയോട് കൂടിയിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഇതിൽ ക്യാരറ്റും കൂടി ഉണ്ടെങ്കിൽ കാണാനും ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാം, ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറുപ്പ് കുരുവില്ലാതെ നല്ല മുന്തിരിയില്ലേ, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കും. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. ഒന്നും ഇല്ലെങ്കിൽ വെറും പഴം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡ്രിങ്ക് അല്ലേ, സാധാരണ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസേ വേണ്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നോമ്പ് തുറക്കുന്നതിന് മുന്നേ നമ്മളിത് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആകുമ്പോഴത്തേക്ക് ഇത് ഫ്രിഡ്ജിൽ അവിടെ മാറ്റി വെക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ ഹാഫ് മൂൺ എങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് മാവ് കുഴച്ച് വരുത്താതെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അത് ഞാൻ ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഏകദേശം 2.5 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്. ബട്ടർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ബട്ടർ മെൽട്ടായി വരുന്ന സമയത്ത് 200 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ബട്ടറിലൊന്ന് മിക്സാക്കി എടുക്കുക. ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ മാറി ഒന്ന് വൈറ്റ് കളറായി കിട്ടുന്നവരെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ വൈറ്റ് കളർ ആയതിന് ശേഷം ഏകദേശം ഒരു 4-5 അല്ലി വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബട്ടറിൽ കിടത്തിട്ട് ചിക്കൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
അങ്ങനെ ഇതാ ഈ ഒരു രീതിയിലാണ് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജീസ് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/4 കപ്പ് സവാള കട്ട് ചെയ്തതും, 1/4 കപ്പ് ക്യാപ്സിക്കം, 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് തക്കാളി. തക്കാളിയുടെ ആ ഒരു കുരുവും വെള്ളവും വരുന്ന പോർഷനില്ലേ, അതങ്ങ് ഒഴിവാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഓവർ സോഫ്റ്റായി വഴയൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. അതുപോലെ തന്നെ ഇതിലേതെങ്കിലും വെജീസ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യട്ടെ. പക്ഷെ എല്ലാം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിക്കോട്ടെ. ഇതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കും. പാലൊന്ന് ചൂടായി കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നല്ലപോലെ തിക്കായിട്ട് നമുക്കൊരു ക്രീമി ഫില്ലിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് പാല് ചൂടായി തിളച്ച് വന്നോട്ടെ. ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം തിക്കായി വരുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ക്രീമി ഫില്ലിംഗ് ആണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. എരിവോ ഉപ്പോ നോക്കിയിട്ട് കുരുമുളക് പൊടിയേറ്റം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു ബൗളിലേക്ക് ഒരു മുട്ടയിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതും കൂടി റെഡിയാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബൗളിൽ ഇതാ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഹാഫ് മൂൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് പരത്താൻ പറ്റണമെന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തെടുത്താലും മതി. ഏകദേശം ഒരു 2 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ് 1-1.5 സ്പൂണോ എത്രയാണോ നിങ്ങളുടെ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കുറച്ചൊരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബൗളിൽ ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ട് അവിടെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം കൊണ്ട് തന്നെ ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതുപോലെ ഒരു കോണാക്കിയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ കുക്കി കട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ്സില്ലേ വെള്ളം കുടിക്കുന്നത്, ആ ഒരു ഗ്ലാസ് വെച്ചിട്ടും കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഹാഫ് മൂണ്ട് ഷേപ്പായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നിക്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം തന്നെ റൗണ്ട് ഷേപ്പിൽ ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഫില്ലിങ് നിറച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുത്താലും മതിയിട്ട്. ഏതാണ് സിമ്പിൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതി ചെയ്യുക. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. നമ്മൾ റെഡിയാക്കി വെച്ചില്ല മുട്ടയുടെ മിക്സിൽ അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസിലും കൂടി നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും പരിപാടികൾ. എന്നിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഈ ഒരു അടിഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഹാഫ് മൂണിൻ്റെ ഒരു ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡ് കൊണ്ട് ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല, എന്നാലും മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാ ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 1-2 ഇട്ടിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കുമ്പോഴാണ് ബ്രെഡ് സ്നാക്കിന് എണ്ണ കുടിക്കാം. ഫ്ലെയിം കൂട്ടി വെക്കുമ്പോൾ അത്രയ്ക്ക് എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു ഫില്ലിങ്ങും കൂടി വെച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാ മൊത്തത്തിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു അളവിലൊരു 15 സ്നാക്കാണ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ നോമ്പിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയില്ല. ഒരു അടിപൊളി സിമ്പിളായിട്ട് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഹാഫ് മൂണ് മാവ് കുഴച്ച് പരത്താതെ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ചെയ്തെടുത്താണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ല, പക്ഷെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഞാൻ തണുത്തതിന് ശേഷം ഡ്രിങ്കും കൂടി സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്